ഹായ് ഫ്രണ്ട്സ്, യാതൊരു മുഖവുരയും കൂടാതെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ. തിരുവോണ ദിവസമായ ഈ സദ്യ കഴിക്കുന്ന ഈ വീഡിയോ ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട്. എന്നാലും ഞാനും അനിയത്തിയും ഞങ്ങളുടെ 2 ഫാമിലിയും അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചുള്ള ഓണമായിരുന്നു. തിരുവോണ ദിവസമായ സെപ്റ്റംബർ 15-ന് അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാൻ ഉള്ള സൗകര്യക്കുറവ് കാരണം ഞങ്ങൾ 2 ഫാമിലി ആദ്യം ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ തന്നെ വിളമ്പിക്കൊടുത്തവർ രണ്ടാമതാണ് ഇരുന്ന് കഴിച്ചത്. സദ്യയ്ക്ക് ശേഷം ചെറിയ കളികളൊക്കെ വയ്ക്കാൻ തുടങ്ങുമ്പോൾ പിള്ളേർക്കാകെ സന്തോഷമായി. ഇതിൽ നടുക്ക് നിൽക്കുന്നത് 2 എൻ്റെ മക്കളും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മക്കളുമാണ്. വീട്ടിലെ ഓണസദ്യയ്ക്ക് ശേഷം ഇത്തരത്തിൽ കളികളൊക്കെ അറേഞ്ച് ചെയ്ത് അവർ പങ്കെടുപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്ര വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓണം എന്ന് പറയുന്നത് അവർ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ഓണമായിരുന്നു. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കടിയിൽ വിജയിച്ചത് എൻ്റെ മോനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കസേര ചുറ്റൽ വെച്ചു. അവർ കസേര ചുറ്റലൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അനിയത്തിയുടെ മോൻ കസേരയിൽ നിന്ന് താഴെ വീണു. ഭാഗ്യം കൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല. പക്ഷെ അവരത് വളരെയധികം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയവരുടെ നാരങ്ങ സ്പൂണും കൊണ്ടുള്ള മത്സരമായിരുന്നു. മത്സരത്തിൽ അനിയത്തിയുടെ നാരങ്ങ ആദ്യമേ വീണു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ് മുന്നോട്ട് പോയത്. 2ാം സ്ഥാനത്ത് അമ്മയായിരുന്നു. അടുത്തതായിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്ന മത്സരമായിരുന്നേ. അപ്പോൾ അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ മത്സരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ കൈയൊക്കെ വെച്ച് കൃത്യമായിട്ട് അളന്നു മുറിച്ചാണ് അമ്മ പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് എത്തിയത്. പക്ഷേ അമ്മ പൊട്ട് തൊട്ടത് സുന്ദരിയുടെ കണ്ണിലായിരുന്നു. അച്ഛന് നല്ല സുഖമില്ലാത്തത് കൊണ്ട് അച്ഛൻ മത്സരം വീക്ഷിച്ചത് മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു മത്സരത്തിലും പങ്കെടുത്തില്ല. അടുത്ത മത്സരിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആദ്യം ഒരു തുണി വെച്ച് കെട്ടിയപ്പോൾ കാണാമെന്ന് പിള്ളേർ മനസ്സിലാക്കിയിട്ട് രണ്ടാമത് വേറൊരു തുണിയും കൂടെ വെച്ചു. അങ്ങനെ മൊത്തം 2 തുണി വെച്ചിട്ടാണ് കണ്ണ് കെട്ടി വിട്ടത്. മക്കൾ തന്നെ പപ്പയ്ക്ക് കണ്ണ് കെട്ടി വിടുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണ് കെട്ടിയതിന് ശേഷം മക്കൾ പപ്പയെ കറക്കി വിടുകയാണ്. കാരണം അവർ കണ്ണ് കെട്ടിയിട്ട് നിന്നപ്പോഴും പപ്പ ഇതുപോലെ കറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ നന്നായിട്ട് കറക്കിയിട്ട് വിട്ടത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അനിയത്തിയുടെ വീടും. അപ്പോൾ അവിടെ പാലിയേച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഞങ്ങൾ 3 വീട്ടിലും ഓണം ആഘോഷിച്ചു. ആ 3 ഓണാഘോഷവും ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തിരുവോണ ദിവസം അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു, 3ാം ഓണം ഞങ്ങളുടെ വീട്ടിലായിരുന്നു, 4ാം ഓണം അനിയത്തിയുടെ വീട്ടിലും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവോണ ദിവസമായ സെപ്റ്റംബർ 15 അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ അതിൻ്റെ കേക്ക് കട്ടിങ്ങാണ് നടത്തുന്നത്. അങ്ങനെ ആ സമയത്ത് അച്ഛൻ്റെ ചേട്ടൻ്റെ മോനും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ ഒരു സമയത്തുണ്ടായിരുന്നു. തിരുവോണ ദിവസം അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിച്ചതിന് ശേഷം അന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷമാണേ. അപ്പോൾ അന്ന് ഞാൻ ഇത്തിരി തിരക്കായത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ വീട്ടിലെ ഓണാഘോഷത്തിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലായിരുന്നു. സദ്യ മാത്രം എല്ലാവരും കഴിച്ചു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കളികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇത് അനിയത്തിയുടെ വീടാണ്. അവളുടെ വീട്ടിലെ ഓണാഘോഷമാണ് ഇത് കാണുന്നത്. അനിയത്തിയുടെ വീട്ടിലെ ഓണാഘോഷത്തിന് കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അതായത് അനിയത്തിയുടെ അമ്മാവിയും അമ്മാവനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ സഹോദരിയുടെ മോളും ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മോളും ആ ചേച്ചിയുടെ മക്കളും. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10-18 പേരോളം ഉണ്ടായിരുന്നു. അനിയത്തിയുടെ വീട്ടിൽ കുറച്ചധികം ആളുണ്ടായിരുന്നപ്പോൾ ഓണം കുറച്ചും കൂടി കളർഫുള്ളായതുപോലെ തോന്നി. കാരണം അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ ഓണാഘോഷം നടത്തിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും അതുപോലെയായിരുന്നു. പക്ഷേ അനിയത്തിയുടെ വീട്ടിലായപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാമുകളൊക്കെ വെച്ചപ്പോഴും കുറച്ചധികം എൻജോയ് ചെയ്യാൻ പറ്റി നന്നായിട്ട്.
അനിയത്തിയുടെ വീട്ടിലെ ഓണാഘോഷത്തിന് ഞങ്ങൾ ഒരുപാട് കളികളൊക്കെ കളിച്ചായിരുന്നു. ഒളിച്ചുകളി, കസേര ചുറ്റൽ, അങ്ങനെ കുറച്ചധികം കളികൾ കളിച്ചായിരുന്നു. ഈ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഹസ്ബൻഡാണ് കേട്ടോ ചാടി ചാടി പോകുന്നത്. അപ്പോൾ ഇതിൽ കളി തെറ്റിച്ചത് അനിയത്തിയാണ്. അപ്പോൾ അവസാനം അവൾ ഔട്ടായി. എൻ്റെ ഹസ്ബൻഡ് തന്നെ കസേര കയറിയിരുന്നു. ഇപ്പോൾ ഈ കസേര ചുറ്റുന്നത് എൻ്റെ വലിയമ്മയുടെ മോളും എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ്. ഈ കളിയിൽ അമ്മയാണ് ഔട്ടായത്. ഈ കളി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണണേ. കള്ളക്കളി കളിച്ച് എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നെന്ന് പറയാണ് ഞാൻ തെറ്റിച്ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ കളി റിപ്പീറ്റ് ചെയ്ത് ആ കളിയിൽ ഞാനാണ് ഔട്ടായത്. എന്നിട്ട് ഫൈനലായിട്ട് വിജയിച്ചത് വലിയമ്മയുടെ മോളായിരുന്നേ. അടുത്തതായിട്ട് നാരങ്ങ സ്പൂണായിരുന്നേ. തുടക്കത്തിൽ തന്നെ എൻ്റെ നാരങ്ങ താഴെ വീണു. അത് കഴിഞ്ഞ് അമ്മയും വലിയമ്മയുടെ മോളാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയുടെ നാരങ്ങ താഴെ വീണു. ചേച്ചിയാണ് അതിലും വിജയിയായത്. സെക്കൻഡ് എൻ്റെ അനിയത്തിക്കായിരുന്നു. ആ കളി കഴിഞ്ഞതിൻ്റെ ബാക്കിൽ നിന്ന് വീണ്ടും അടുത്ത് ഒളിച്ചുകളിയാണ്. ഒളിച്ചുകളി നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കളിക്കുന്നതിൻ്റെ ഒരു സ്പിരിറ്റ് വീണ്ടും വന്ന് അങ്ങനെ വീണ്ടും കളിക്കുകയാണ്. അപ്പോൾ മോളാണ് എണ്ണുന്നത്. അവൾ അതിനിടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഈ കളിയുടെ പ്രത്യേകത ഞങ്ങൾ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഒരുമിച്ചുള്ള കളിയായിരുന്നു. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരുന്നു. കൂടാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണ് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കളിച്ചത്. അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു കളി കളിക്കുന്നത്. ഈ കളികൾക്ക് പിന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കളിച്ച് തളർന്നിരുന്ന് വന്നിങ്ങനെ ചായ കുടിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ വലിയമ്മയുടെ മോനും വലിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഈ വർഷത്തെ ഓണം അതോടൊപ്പം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.